ഹലോ അസ്സലാമലൈക്കും. ഞാൻ വന്നതേ ബെഡും കൊണ്ടാട്ടോ. അപ്പം ഞാൻ മൂന്ന് ബെഡാട്ടോ എടുത്തത്. അപ്പം നമ്മൾ അടുത്താണ് നല്ലോണം പൊടിച്ചിടാട്ടോ. ഇങ്ങനെ നമ്മൾ കയ്യോടെ തന്നെ പൊടിച്ചാൽ മതി. നമ്മൾ ജാറിലിട്ട് പൊടിച്ചാണ്ട് കേട്ടോ. അപ്പം മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് വേഗം ഒരു പലഹാരം ഉണ്ടാക്കും ചെയ്യാം. വേഗം ആവട്ടെ. മക്കൾ 4:45 വരിക, ഞാൻ 4:30 അപ്പോൾ പണി തുടങ്ങിയത്. അപ്പോൾ ആ വേഗം പൊടിച്ചിട്ടാണ്ട് പിന്നെ നമ്മൾ മൈദ ഇട്ടു കേട്ടോ. അപ്പോൾ മൈദ ഇട്ടാണ്ട് നല്ലോണം കൊഴിച്ച് നല്ലോണം കൊഴിക്കണം കേട്ടോ. നമ്മൾ മൈദ അതിമ്മ പിടിച്ചിട്ട് എന്നിട്ട് കുറച്ച് അരിപ്പൊടി ഇടാം. നമ്മൾ അരിപ്പൊടി ഇട്ടു, പിന്നെ പഞ്ചാര ഇട്ടു കേട്ടോ. പഞ്ചാര ഞാൻ ഏലക്ക ഇട്ടിട്ടില്ല. ഇനി പഞ്ചാര പൊടിച്ചിടും നോക്ക്. പഞ്ചാര മേലക്കും പൊടിച്ചാണ്ട് അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ പഞ്ചാര അങ്ങനെ നേരെ പൊടിച്ചാതെ ഇട്ടത്. അപ്പോൾ ഇനി പൊടിച്ചിടണോക്ക് ഏലക്കയും പഞ്ചാരയും ഏലക്കയും കൂട്ടിയിടാം കേട്ടോ. ഞാൻ ഏലക്ക ഇട്ടിട്ടില്ല. അങ്ങനെ ചെയ്യണോക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ മധുരം പറ്റുന്നോക്കൊക്കെ ഇത് എങ്ങനെ ഇലൊന്നും ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്, മക്കൾക്കും നല്ല ഇഷ്ടമാവും അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ വേറെ നമുക്ക് വലിയ തോനെ സാധനങ്ങളോ അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് മൈദ അരിപ്പൊടിയും പഞ്ചാര ഏലക്ക ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. ആ ഏലക്കൻ്റെ ഇത് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ഇടാം. നല്ല കുറച്ച് വെള്ളം പാരുമ്പോൾ നമ്മൾ നോക്കണം വെള്ളം പാകമാവണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പാർന്നാണ്ട് കൊഴിച്ചാൽ മതി. കുറച്ച് വെള്ളം മതി, ബ്രെഡല്ലേ. അപ്പോൾ എല്ലാം തോനെ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ നല്ലോണം കൊഴിക്കട്ടെ. നമ്മൾ കൊഴിച്ചിട്ട് നമുക്ക് ഉരുളാക്കാം. നമുക്ക് അപ്പം പോലെ നമുക്ക് ഏതാ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉരുളാക്കിക്കട്ടെ. എന്നിട്ട് പിന്നെ ചട്ടിയിൽ ഓയിൽ പാർന്നു പിന്നെ ഓരോന്ന് ഇട്ട് കൊടുത്തുവിട്ടാൽ എന്നിട്ട് പിന്നെ ബ്രെഡ് ആയിട്ട് വേഗം ആവും കേട്ടോ. പിന്നെ അപ്പുറം മറിച്ചിട്ടു. പിന്നെ ഒന്നാമത് ഇതിന് കാരണം ഓയിൽ വല്ലാതെ കുടിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പൊരിച്ച ഓയിൽ അതേപോലെ നമുക്ക് വല്ലാതെ ബാക്കിയുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഇതായിട്ടുള്ളൂ. ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഓയിൽ നല്ല വേണമല്ലോ. ഇതിന് അങ്ങനെ ഓയിലൊന്നും വല്ലാതെ നമുക്ക് വേണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ പകരം നമുക്ക് മുളകോട് മണി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു വീഡിയോ ഇടേണ്ട കേട്ടോ. പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടാണ്ട്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഇത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് വരുമ്പോഴത്തേനും എൻ്റെ പലഹാരങ്ങളൊക്കെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇനി നാളെ 3 മണിക്ക് നമുക്ക് കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.